ഹായ് ഗൈസ്, അഗൈൻ കേൾവണ്ടിയാണ്. വണ്ടി വാർത്തയുടെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഇങ്ങനെ എല്ലാ ന്യൂസും കൂടെ സമപ്പ് ചെയ്തുകൊണ്ടൊരു എപ്പിസോഡ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ സമയം പരിമിതിയൊക്കെ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. മിക്കവാറും വീക്കെൻഡൊക്കെ ട്രിപ്പൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഓഗസ്റ്റ് മാസം ഏകദേശം കുറേ അധികം വണ്ടികളുടെ റിവ്യൂവും കാര്യവും കുറേ ന്യൂസും അധികം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പോഴാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് ടൈം എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിരുന്നു, അപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം എഗെയിൻ വണ്ടി വാർത്തയുടെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ന്യൂസിലോട്ട് കിടക്കാം. നമ്മുടെ BSAയുടെ ഗോൾഡ് സ്റ്റാർ 650 ആണ് നമുക്ക് കഴിഞ്ഞ മാസം ഏകദേശം 15-ാം തീയതി ആയിരുന്നു അതിൻ്റെ റിവീലിംഗ് എല്ലാം വന്നിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6 കളറുകളിലായിട്ടൊരു 4 പ്രൈസ് ബ്രാക്കറ്റിലാണ് നമുക്ക് വണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3,91,000 തുടങ്ങിയിട്ട് ഒരു 4,32,000 അവസാനിക്കുന്നത്. ഏകദേശം തുടങ്ങുന്നത് ഒരു റെഡ് ആൻഡ് ഗ്രീൻ കളറാണ്. പിന്നെ സെക്കൻഡ് വേരിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ, പിന്നെ അതിൻ്റെ വരുന്ന ഒരു പ്രീമിയം ബ്ലാക്ക് വരുന്നുണ്ട്, പ്രീമിയം കളർ ബ്ലാക്ക്. അതിൻ്റെ കറക്റ്റ് പേര് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കാം. പിന്നെ വന്നിട്ട് അതിൻ്റെ ഒരു ലെഗസി എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഏറ്റവും ലാസ്റ്റ് ഹൈ എൻഡ് വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം തന്നെ വരുന്നത് സ്പോക്ക് വീൽസും ഡിസ്ക് ബ്രേക്കും ഒക്കെ ആയിട്ടാണ്. പക്ഷേ അതിൻ്റെ വില വ്യത്യാസം വരുന്നത് ഫുള്ളി കളേഴ്സ് ബേസ്ഡ് ആണ്. സ്പെക്ക് വായിച്ച സമയത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 12 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കുറച്ച് കുറഞ്ഞു പോയെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്തായാലും നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പം അതിനുവേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണുന്നതിനകത്ത് ഒരു ഭൂരിഭാഗം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അത് നല്ല രീതിയിൽ അത് ബാധിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് 5 പൈസ ചിലവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് 15-ാം തീയതി അടുത്തതായിട്ട് പിന്നെ റിലീസ് ചെയ്തൊരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓലയുടെ ബൈക്കുകളായിരുന്നു, ഇലക്ട്രിക് ബൈക്കുകൾ. അപ്പോൾ അത് ഏകദേശം 3 വേരിയൻറ്റുകളായിട്ട് ഒരു, പിന്നെ ഓരോ വേരിയൻറ്റിനും തന്നെ മൾട്ടിപ്പിൾ ബാറ്ററി പാക്സ് വെച്ചിട്ട് അങ്ങനെ ഏകദേശം ഒരു 8 ബൈക്കുകളാണ് സത്യത്തിൽ അവർ പുറത്തിറക്കിയത്. അതെന്ന് പറയുമ്പോൾ റോഡ്സ്റ്റർ എക്സ് തുടങ്ങിയിട്ട് റോഡ്സ്റ്റർ പ്രോ ആണ്, റോഡ്സ്റ്റർ എക്സ്, റോഡ്സ്റ്റർ പ്രോ, അങ്ങനെ 3 വേരിയൻ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് റോഡ്സ്റ്റർ എക്സിനകത്ത് തന്നെ നമുക്ക് 3 ബാറ്ററി പാക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് 2.5, പിന്നെ 3.5, അങ്ങനെ 4.5, അങ്ങനെ കിലോ വാട്ട് അവറിലാണ്. അപ്പോൾ അങ്ങനെ ഒരു 3 വേരിയൻറ്റ് റോഡ്സ്റ്റർ എക്സിന് വരുന്നുണ്ട്. പിന്നെ റോഡ്സ്റ്ററിനാണെന്നുണ്ടെങ്കിൽ തന്നെ 3.5, 4.5, 6 കിലോ വാട്ട് അവർ. പിന്നെ റോഡ്സ്റ്റർ പ്രോയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 8-ൻ്റെയും 16-ൻ്റെയും, അങ്ങനെ ഒരു 8 വേരിയൻ്റ് ആയിട്ടാണ് അവർ പുറത്തിറക്കിയത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 75,000 ആണ് എക്സ് ഷോറൂം പ്രൈസ് പറയുന്നത്. അത് പ്രോയ്ക്ക് എനിക്ക് ഒരു 2,20,000 സംതിങ്, അത്ര 40,000 അത്ര ഒരു റേഞ്ചിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒരു എല്ലാ ഒരു പ്രൈസ് ബ്രാഞ്ചിലോട്ടും അവർ വണ്ടി ഇറക്കി എന്നുള്ളതാണ് ഒറ്റ അടിക്ക് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ കൂടുതൽ ഇലക്ട്രിക് ബൈക്കുകൾ ഇനിയിപ്പോൾ വരാനുണ്ട്. അവരുടെ അഡ്വഞ്ചർ ബൈക്കൊക്കെ ഉടനെ തന്നെ വരുന്നുണ്ട്. ഈ റോഡ്സ്റ്ററിന് തന്നെ ഒരു വേറെ വേരിയൻറ്റ് ഇനിയിപ്പോൾ വരാനുണ്ട്. അപ്പം അതൊരു അടിപൊളി ഇതാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഷോറൂമിലൊന്നും അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. അതിപ്പം ജനുവരിയോടുകൂടി, അടുത്ത 2025 ജനുവരിയോടുകൂടി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം, 1,000 റുപ്പീസ് അടച്ച് കഴിഞ്ഞാൽ 999 ആണ്. ഓക്കെ, അപ്പം വണ്ടി ഒന്ന് വന്ന് കുറച്ച് കംപ്ലയിൻസ് ഒക്കെ അറിഞ്ഞിട്ട് പ്രീ ബുക്ക് ചെയ്താൽ മതിയാവും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, ലൈക്ക് അവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവരുടെ സർവീസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ സാധാരണ ബാക്കി ഒരു കമ്പനിയും അവരുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ജാവയുടെ തന്നെ 42 FJ ആണ്. അപ്പോൾ നമ്മുടെ 42-നെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ 295cc എഞ്ചിനിൽ നിന്ന് ഒരു 334cc എഞ്ചിനിലോട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പവർ ഫിഗേഴ്സും മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 29 bhp പവറും 29 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 6 സ്പീഡ് ട്രാൻസ്മിഷനൊക്കെ ഉള്ള ഒരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് അവരിപ്പോൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവരുടെ എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ വിഷ്വലി തന്നെ കുറേ അധികം മാറ്റങ്ങളുണ്ട്. നമ്മുടെ എക്സോസിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത് കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിരുന്നു നേരത്തെ എങ്കിൽ അതിപ്പോൾ കുറച്ചും കൂടി അപ്സോഫ്റ്റ് ആയിട്ട് കുറച്ചൊരു റെട്രോ സ്ക്രാംബ്ലർ കൈൻഡ് ഓഫ് ഒരു ഫീൽ അവർ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് ലുക്സ് വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പഴയ സ്ക്രാംബ്ലറിനെ പോലും നമുക്കൊരു പക്ക സ്ക്രാംബ്ലർ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ 42 FJ നമ്മുടെ ഒരു ഡുക്കാട്ടിയുടെ എവിടേക്കോ ഒരു ചെറിയൊരു ഫീൽ എവിടേക്കോ വരുന്നുണ്ട്. ആ ഒരു രീതിയിലൊക്കെ അവർ നല്ല ഡിസൈനിങ് ആണ് അവരുടെ എപ്പോഴും. അപ്പം അതങ്ങനെ ഒരു വണ്ടി. അപ്പോൾ അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുമ്പോഴത്തേക്ക് 1.99 ആണ് എക്സ് ഷോറൂം വരുന്നത്. അതെന്ന് പറയുന്നത് സ്പോക്ക് വീൽസിൻ്റെ വേരിയൻ്റ് ആണ്. അത് അവിടുന്ന് ഒരു 2.20 അതിൻ്റെ മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്ക് അലോ വീൽസ് ഒരു 5 കളേഴ്സ് ഉണ്ട്. കളർ ബേസ്ഡ് ആണ് അതിൻ്റെ വില വ്യത്യാസം വരുന്നത്. അപ്പോൾ വണ്ടി ഇതുവരെ നമുക്ക് ഷോറൂമിലൊന്നും എത്തി തുടങ്ങിയിട്ടില്ല, ബാംഗ്ലൂർ പോലും. അപ്പോൾ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം വണ്ടി ഒന്ന് എനിക്കൊന്ന് ഓടിച്ച് നോക്കണമെന്ന് നല്ല താല്പര്യമുണ്ട്. അതിൻ്റെ ലുക്സ് വെച്ചിട്ടും അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വണ്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കത് വണ്ടി വരുമ്പോൾ എന്തായാലും ഞാൻ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ചെയ്തിരിക്കും.
അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഡുക്കാട്ടിയുടെ ഹൈപ്പർ മോട്ടാർഡ് 950 SP ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ RV വേരിയൻറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ 950 SP വേരിയൻറ്റ് ഈ ഇടയ്ക്കാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അത് ഇതിന് RVയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി അതിൻ്റെ ടയേഴ്സും സസ്പെൻഷനും അതിൻ്റെ കൂടുതൽ ഗ്രാഫിക്സും പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ വരുന്ന കാർബൺ ഫൈബർ പാർട്സും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം വരുന്നതിനകത്ത് നമ്മുടെ ഓളിൻസിൻ്റെ സസ്പെൻഷനാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ഏകദേശം ഒരു 185 mm ബാക്കിലൊരു 175 mm ട്രാവൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ സസ്പെൻഷൻ വന്നതുകൊണ്ട് തന്നെ ഒരു 20 mm സീറ്റ് ഹൈറ്റ് അതിനകത്ത് കൂടിയിട്ടുണ്ട്. ഒരു 890 mm സീറ്റ് ഹൈറ്റ് മാറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടയേഴ്സ് ഇപ്പം വരുന്നതെന്ന് പറയുമ്പോൾ പിരളിയുടെ സൂപ്പർനോവ SP ടയേഴ്സാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 19.05 എക്സ്-ഷോറൂം പ്രൈസാണ് ഇപ്പം അവർ ഡുക്കാട്ടിയുടെ ഹൈപ്പർ മോട്ടാർഡ് 950 SP അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു L-twin എഞ്ചിനാണ് വരുന്നത്. ഒരു പ്രൊഡ്യൂസിങ് പവർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 114 bhp പവറും ഒരു 96 Nm ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഡുക്കാട്ടിയുടെ ഹൈപ്പർ മോട്ടാർഡ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം, അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തൊരു ബൈക്കായിരുന്നു നമ്മുടെ ഹൈപ്പർ മോട്ടാർഡിൻ്റെ 698 മോണോ എന്ന് പറയുന്നത്. അപ്പം ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു നമ്മുടെ ഡുക്കാട്ടി ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാനും അതിനെപ്പറ്റി ഒരു റീലൊക്കെ ചെയ്തിരുന്നു. കാരണം 30 വർഷങ്ങൾക്ക് ശേഷം ഒരു ട്വിൻ സിലിണ്ടർ അല്ലെങ്കിൽ ഒരു 4 സിലിണ്ടർ എൻജിൻസ് മാത്രം ഹൈ പെർഫോമൻസ് എൻജിൻസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി അവരൊരു സിംഗിൾ സിലിണ്ടർ എൻജിനിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ പനികാലയുടെ V2 സീരീസ് അവർ നിർത്തുകയാണ്. ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് അവസാനത്തോടുകൂടി അവർ നിർത്തി. ഓക്കെ, അപ്പോൾ ഇനി അതിന് പകരമായിട്ട് വരാൻ പോകുന്ന ഒരു ലോ കോസ്റ്റ് പനകാല V4 ആയിരിക്കും എന്നാണ് ന്യൂസ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് വേറെ ദിവസം ഞാൻ പറയാം, അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് വന്നതിന് ശേഷം. അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ന്യൂസ് ഇറങ്ങിയത്. പിന്നെ നമുക്ക് കുറച്ച് സ്കൂട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഉണ്ട്. അതൊന്ന് നമുക്ക് തുടങ്ങുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹീറോയുടെ ഡെസ്റ്റിനി 125 എക്സ്റ്റെക് എന്ന് പറഞ്ഞിട്ട് അവരൊരു വേരിയൻ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കലി അവരുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെ വരുന്ന ഒരു ഫീച്ചറാണ്. അപ്പം അത് ഒരു വേരിയൻ്റ് അവർ ഇറക്കിയിട്ടുണ്ട്. അത് ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് 2 വേരിയൻ്റ് LX ഉം VX എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 1.03 lakhs ഫോർ ദ LX വേരിയൻറ്റും ഒരു VX വേരിയൻറ്റ് വരുമ്പോൾ 1.09 ഒരു 6,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ കുറച്ചും കൂടെ പറയുന്നത് പറഞ്ഞാൽ അവരുടെ മെയിൻലി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെയാണ്. അവർക്ക് നമുക്ക് കോൾ അലേർട്ട്സും കാര്യങ്ങളും എല്ലാം അവരുടെ കൺസോളിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത്യാവശ്യം ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഒരു സ്കൂട്ടർ. ഓക്കെ, ഒരു ഡേ ടു ഡേ കമ്മ്യൂട്ടറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ യമഹയുടെ എയ്റോക്സ് 155ൻ്റെ ഒരു S വേരിയൻ്റ് അവർ ഇറക്കിയിരുന്നു. അപ്പോൾ നമുക്കറിയാം R15ൻ്റെ സെയിം എഞ്ചിനുമായിട്ടൊക്കെ വരുന്നുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അവർ കൂടുതലായിട്ട് കൊടുത്തേക്കുന്ന ഒരു 3 കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതുകണക്ക് തന്നെ അവരുടെ സ്റ്റോറേജ് സ്പേസ് അണ്ടർ സീറ്റിൻ്റെ അടിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കുറച്ചും കൂടെ വർദ്ധിപ്പിച്ചിട്ട് 24.5 liters സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ യമഹയുടെ തന്നെ കണക്ടിവിറ്റി വൈ കണക്ട് എന്ന് പറയുന്ന ആപ്പ് ഇപ്പം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കോൾസ് മെസ്സേജ് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസാണ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം യമഹയുടെ എയ്റോക്സ് 155S അങ്ങനെ ഒരു ചെറിയ വേരിയൻ്റ് അവരിപ്പം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ രണ്ടാമത് സ്കൂട്ടർ. പിന്നെ ഇപ്പം നമ്മുടെ ലാസ്റ്റ് സ്കൂട്ടറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ BMW കയ്യിൽ നിന്നാണ്. അപ്പോൾ BMW അവരുടെ CE02 എന്ന് പറയുന്നൊരു ഇലക്ട്രിക് സ്കൂട്ടർ അവർ ഈ ഇടയ്ക്ക് ഒന്ന് ടീസ് ചെയ്തിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ഹൈ എൻഡ് സ്കൂട്ടറോ കാര്യങ്ങളൊന്നുമല്ല, ഒരു ഫൺ ഓറിയൻറ്റഡ് ഒരു സിറ്റി റൈഡ് അതിനൊക്കെ ഉള്ളൊരു സ്കൂട്ടറാണ്. അപ്പോൾ ഒരു 90 കിലോമീറ്റേഴ്സിനടുത്താണ് അവർ റേഞ്ച് പറയുന്നത്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാം, നിങ്ങൾക്ക് പോയിട്ട് വരാം. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു ഹോണ്ട നാവിയുടെയൊക്കെ കുറച്ച് കട്ട് അവിടെ ഇവിടെയൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഒരു സ്കൂട്ടർ എന്ന് വെച്ചാൽ ഒരു മിനി സ്കൂട്ടറാണ്. നമുക്ക് എന്താ പറയുക, ഒരു ഡേ ടു ഡേ യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന BMW ആണ്. പക്ഷേ എന്നാലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ അത്യാവശ്യം കാണാൻ അവർ പറയുന്നത് തന്നെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ലുക്ക് കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട്. അതിൻ്റെ ഇമേജിൽ നിന്നെല്ലാം തന്നെ അത് നല്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കുള്ള ഒരു മിനി സ്കൂട്ടർ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന BMW ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. ഓക്കെ, എന്തായാലും വില കുറവായിരിക്കത്തില്ല BMW ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒബ്വിയസ്ലി. അപ്പോൾ അതങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ന്യൂസ്. അപ്പം കുറേ ന്യൂസൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഒബ്വിയസ്ലി ഒരു ഫസ്റ്റ് ടൈം ആയതിൻ്റെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്തെങ്കിലും ന്യൂസ് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം കമൻസിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻസിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസ് വെച്ചിട്ടായിരിക്കും ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു
ന്യൂസിൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന്, വണ്ടി വാർത്തയുടെ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസിൽ രേഖപ്പെടുത്താൻ ഞാനത് എന്തായാലും ഞാൻ അതിനകത്ത് കമൻസ് എല്ലാം വായിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽ ബട്ടണും കൂടെ അമർത്തിക്കുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുന്നതിനനുസരിച്ച് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഞാൻ എല്ലാ തിങ്കളാഴ്ചയും വീഡിയോസ് ഇടാറുണ്ട്. അത് കണക്ക് തന്നെ റീൽസ് ഞാൻ ഇതാണെന്നുള്ള പല പല ന്യൂസുകളും ഞാൻ മിക്കവാറും ഇപ്പോൾ റീൽസായിട്ട് ഡെയിലി ഞാൻ ഇടാറുണ്ട്, പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം എപ്പോഴും പറയുന്ന പോലെ പുതിയ വണ്ടി വാർത്തകൾക്കും വണ്ടി ന്യൂസിനും ഒക്കെ ആയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി കൂടെ കുടിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.